ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നൽകാവുന്നിടത്തോളം പീഡനങ്ങൾ നൽകി അങ്ങ് ഗാഗുൽത്തായോളം. അപ്പോഴും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. കുരിശിലെ അവസാന മൊഴികളിൽ ഒന്ന് അങ്ങനെ തന്നെയല്ലേ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെയും അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു. സ്നേഹിക്കാൻ പറഞ്ഞു, ജീവനും നൽകി സ്നേഹിച്ചു. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. തൻ്റെ മേലങ്കി പോലും മനുഷ്യൻ പങ്കിട്ടെടുത്തു. പ്രകൃതി പോലും പ്രതിഷേധിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്നും താഴേക്ക് രണ്ടായി കീറി. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. അന്ധകാരമായി. സർവ്വതും നിശ്ചലമായ, നിശബ്ദമായി പോയ മണിക്കൂറുകളായിരുന്നു പിന്നെ അങ്ങോട്ട്. അതാണ് ദുഃഖശനി. എന്നാൽ എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ഇതുകൊണ്ടൊന്നും എല്ലാം അവസാനിച്ചു പോകുന്നില്ല എന്ന്. അത് പ്രാർത്ഥിക്കുന്നവന്റെ, വിശ്വസിക്കുന്നവന്റെ പ്രത്യാശയാണ്. ആ കാത്തിരിപ്പിന് പ്രതിഫലമുണ്ടാകും. അതെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഒരു ദുഃഖശനിക്കപ്പുറേ വിശ്വാസത്തിന്റെ, വിജയത്തിന്റെ ഒരു ഉത്സവമുണ്ട്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.